así. ¡Me cayó bien, humano! ¡Humano! 2009 ഓഗസ്റ്റ് 3 മെക്സിക്കോയിലെ മോണ്ടെറിയിലെ ഫിയസ്റ്റ ഇൻ എന്ന സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബിയിൽ ഒരു പെൺകുട്ടി ഭ്രാന്തമായി ശബ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കെ നിലവിളിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. അതേ ഹോട്ടലിൽ തലേ ദിവസം രാത്രി ചില പ്രമുഖർ നടത്തിയ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു പരസ്യ മോഡലായ പ്രശസ്തയായ ആ പെൺകുട്ടി. അവരായിരുന്നു ഉറക്കെ നിലവിളിച്ചത്. ഗബ്രിയേല റീക്കോ യിമെനസ്, 21 വയസ്സുള്ള പ്രശസ്തയായ ആ പരസ്യ മോഡൽ പറഞ്ഞത് ആരെയും ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങളാണ്. ഞാൻ കണ്ട കാഴ്ച എന്നെ ഭയപ്പെടുത്തുന്നു. അവർ മനുഷ്യമാംസം ഭക്ഷിക്കുന്നു. ഇവിടെ നടക്കുന്ന യാതൊന്നും അവർക്ക് വിഷയമല്ല. അവർ ആരെയും കൊല്ലും, ആരെയും ഭക്ഷിക്കും. അന്നവർ പറഞ്ഞത് മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ചാണ്. അവർ ഭക്ഷിക്കുന്നത് മനുഷ്യമാംസമാണോ അതോ മനുഷ്യ കുഞ്ഞുങ്ങളുടെ മാംസമാണോ? അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അന്നവർ പറഞ്ഞത് റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകളെ കുറിച്ചാണ് എന്ന് പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ഗബ്രിയേലയുടെ പേര് ചേർത്ത് വായിക്കുന്നത് മറ്റൊരു വിഷയത്തോടു കൂടിയാണ്. എപ്സ്റ്റീൻ ഫയൽസ്. അതായത് നമ്മൾ ഇത്രയും കേട്ടുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്ന പ്രമുഖരാണോ അന്ന് ഗബ്രിയേല സൂചിപ്പിച്ച ആ മനുഷ്യർ? അന്ന് ആ ഹോട്ടലിൽ നിന്നും അവരെ പോലീസ് കൊണ്ടുപോവുകയായിരുന്നു എന്നും നേരെ കൊണ്ടുപോയത് ഒരു മാനസിക രോഗ ആശുപത്രിയിലേക്കായിരുന്നു എന്നും വാർത്തകൾ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ പെൺകുട്ടിയെ ആരും തന്നെ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടില്ല, ലൈം ലൈറ്റിലും കണ്ടിട്ടില്ല. ലൈം ലൈറ്റിൽ നിന്ന് മാത്രമായിരിക്കുമോ അതോ ഈ ഭൂമിയിൽ നിന്നും തന്നെ എന്നേക്കുമായി അവരെ തുടച്ചു നീക്കി കാണുമോ ഈ പറയുന്ന പ്രമുഖർ? നിങ്ങൾ ഇതുവരെ കണ്ടതും ഇനി കാണാൻ പോകുന്നതും ചിലപ്പോൾ അവിശ്വസനീയമായ ചില സത്യങ്ങളായിരിക്കും. അതേ സത്യങ്ങളിൽ തന്നെ പല കള്ളങ്ങളും ഒളിഞ്ഞിരിപ്പും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു വീഡിയോയിൽ ഒതുക്കുക എന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. എന്നിരുന്നാലും ഈ വീഡിയോ മുഴുവൻ കണ്ട് അതിൻ്റെ അവസാനത്തിൽ മാത്രം വ്യക്തമായൊരു അഭിപ്രായത്തിലേക്ക് വന്നെത്തുക. കാരണം തെളിയാൻ പോകുന്നത് ചില ഭയപ്പെടുത്തുന്ന വെളിപാടുകളാണ്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ദ ഗ്രേറ്റ് അവൈക്കനിങ് മാപ്പ്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് ചർച്ചയായപ്പോൾ ഒരുപാട് പേർ അന്വേഷിച്ച് നടക്കുന്ന ഒരു ടേമാണ് ദ ഗ്രേറ്റ് അവൈക്കനിങ് മാപ്പ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു വിഷയമൊന്നുമല്ല. ഈ ഭൂമിയിൽ അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതും നടന്നത് നമ്മൾ അറിയാത്തതും അറിഞ്ഞിട്ടും നമ്മൾ മിണ്ടാതിരിക്കുന്നതുമായ ഒരുപാട് വിഷയങ്ങൾ കൂടി ചേർന്ന ഒരു വലിയ ഭൂപടമാണ് ദ ഗ്രേറ്റ് അവൈക്കനിങ് മാപ്പ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, സുൽത്താൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കോണ്ടൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അതിന് കൃത്യമായൊരു ഉത്തരമില്ല, എങ്കിലും അതിനെ ഒറ്റ വാക്കിലൊരു ഉത്തരമാക്കി മാറ്റിയാൽ ആ ഒറ്റ വാക്കായിരിക്കും ദ ഗ്രേറ്റ് അവൈക്കനിങ് മാപ്പ്. അതായത് നമ്മൾ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങൾ, ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഈ മാപ്പിൻ്റെ ഭാഗമാണ്. കാലങ്ങൾക്ക് മുമ്പേ ഭൂമി സന്ദർശിക്കാൻ വന്ന് ഇവിടെ മനുഷ്യരെ നട്ടുവളർത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന അനുനാക്കികൾ അടങ്ങുന്ന ആൻഷ്യന്റ് ഏലിയൻസ്, ഭൂമിയിൽ വന്ന പാടങ്ങളിൽ അന്യഗ്രഹ ജീവികൾ വരച്ചിടുന്ന ക്രോപ്പ് സർക്കിളുകൾ, ഭൂമിക്കടിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കൂടാതെയുള്ള നാഗരികത, അധികമാരും കാണാത്ത അന്റാർട്ടിക്കയിലെ നിഗൂഢത, ശാസ്ത്രത്തിനും ശാസ്ത്രജ്ഞന്മാർക്കും മറുപടിയില്ലാത്ത അത്ഭുതങ്ങൾ, മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ഉരക മനുഷ്യർ, പ്രപഞ്ചത്തിന്റെ ഭരണമേറ്റെടുത്ത ഇല്ലുമിനാറ്റികൾ, ദൈവത്തിനും അപ്പുറത്ത് നിലനിൽക്കുന്ന സാത്താനിസം, മനുഷ്യമാംസവും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഭക്ഷണമാക്കുന്ന മനുഷ്യർ എന്ന് വേണ്ട ഇനി നമുക്കിടയിൽ ചർച്ചയായി മാറാൻ പോകുന്ന ആൻഷ്യന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയ ഒരു നിഗൂഢ ഭൂപടം. ഇതിൽ പറയുന്ന പല വിഷയങ്ങളും ഞാൻ വീഡിയോകളായി ചെയ്തപ്പോൾ അതെല്ലാം ഗൂഢാലോചന സിദ്ധാന്തങ്ങളായിരുന്നു. ഞാൻ കോൺസ്പിറസി തിയറിസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇതിനോട് ചേർന്ന് ചില വാർത്തകൾ കേൾക്കുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നുണ്ട് അല്ലേ?
ഇത് തന്നെയായിരുന്നു എനിക്കും തോന്നിയിരുന്ന കാര്യം. അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അതായത് ഈ കെട്ടുകഥകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മാത്രമേ അതിന് ആ പേരുണ്ടാവുകയുള്ളൂ. അതിനുശേഷം അതിൻ്റെ പേര് അനുഭവം എന്നായിരിക്കും. ഇനി വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ 2 വീഡിയോകൾ കണ്ടവർക്ക് മാത്രമേ ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ കൃത്യമായി റിലേറ്റ് ആവുകയുള്ളൂ. അതായത് ആദ്യത്തെ എപ്സ്റ്റീൻ ഫയൽസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചും ലിറ്റിൽ സെന്റ് ജെയിംസ് ഐലൻഡിനെ കുറിച്ചും അവിടെ നടന്നതായി പറയപ്പെടുന്ന ചില വാർത്തകളെ കുറിച്ചുമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ചൈൽഡ് മിസ്സിംഗ് കേസുകളെ കുറിച്ചും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളെക്കുറിച്ചും പിന്നെ അതിന് നമ്മുടെ നാടുമായുള്ള ബന്ധത്തെക്കുറിച്ചുമായിരുന്നു. അതിനോട് ചേർത്ത് വായിക്കേണ്ട ചില വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ചൈൽഡ് ആ ഒരു വാക്ക് ഞാൻ പറയുന്നില്ല. അതിന് കാരണം യൂട്യൂബിന് ആ വാക്ക് തീരെ ഇഷ്ടമല്ല. യൂട്യൂബിന് മാത്രമല്ല, നമുക്കാർക്കും ആ വാക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള വാക്കല്ല. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് മലയാളത്തിൽ വിശദീകരിക്കാം. പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയെയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആ വാക്കിന് പകരം CP എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് 13 വയസ്സിന് താഴെയുള്ള ആൺ പെൺകുട്ടികളെയാണ് ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ആ ദ്വീപിൽ പാർപ്പിച്ചിരുന്നത് എന്നും ചില പ്രമുഖരുടെ താല്പര്യത്തിന് വേണ്ടി അവരെ ഉപദ്രവിച്ചിരുന്നു എന്നും കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അത് മാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശമെന്നും ചില ഡാർക്ക് റിച്വലിൻ്റെ ഭാഗമായാണ് ആ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചിരുന്നത് എന്നും ചില കോൺസ്പിറസി തിയറികൾ പറയുന്നുണ്ട്. മൊള്ളോക്ക് അഥവാ ബാൽ എന്നറിയപ്പെടുന്ന ആ പുരാതന ജൂത ആരാധനാമൂർത്തിയുടെ ഇഷ്ട വഴിപാട് പിഞ്ചു കുഞ്ഞുങ്ങളെ തീയിലേക്കെറിഞ്ഞ് കൊല്ലുന്നതായിരുന്നു എന്നാണ് പഴങ്കഥകൾ പറയുന്നത്. ഇങ്ങനെ നടത്തുന്ന റിച്വൽസിൽ ഭാഗമാകുന്നവർക്ക് ലഭിക്കുന്നത് ആരും അസൂയപ്പെടുന്ന പേരും പ്രശസ്തിയും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഡയറ്റിക്ക് കഴിഞ്ഞ കുറേ കാലമായി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഇഷ്ടബലിയായി നൽകിയ ജെഫ്രി എപ്സ്റ്റീൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന അന്ധവിശ്വാസം. എങ്കിലും ഇതിൽ അന്ധമായി വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട്. മനസ്സ് കല്ലാക്കി ഇത്തരം വിശ്വാസങ്ങൾ കൊണ്ടാടുന്ന ഒരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. I must appease him with the gift of a man-child. Come to me. I must feed you. I must take you to the northwest. Oh, take me out. Oh, take the baby. Take the baby. Don't be me. നിങ്ങളിപ്പോൾ കണ്ടത് 2012 ഓഗസ്റ്റ് 1 തീയതി സ്റ്റീഫൻ കോൾബർട്ട് എന്ന അമേരിക്കൻ ആക്ടറിൻ്റെ ഒരു ലേറ്റ് നൈറ്റ് ഷോയിലെ ഒരു സ്കിറ്റിൻ്റെ ഭാഗമാണ്. അതിൽ പറയുന്ന ഒരു വരിയുണ്ട്, ഐ മസ്റ്റ് അപ്പീസ് ഹിം വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ മാൻ ചൈൽഡ്. അതായത് ഒരു മനുഷ്യക്കുട്ടിയെ സമ്മാനമായി നൽകി ഞാൻ അവനെ സമാധാനിപ്പിക്കാം എന്ന്. ആരെ സമാധാനിപ്പിക്കുന്ന കാര്യമായിരിക്കും ഈ പറയുന്നത്? എന്തിന്? ഡോണ്ട് ഈറ്റ് മീ, ഈറ്റ് ദ ബേബി. അവസാനമായി പറഞ്ഞ വരിയാണത്. എന്തായിരിക്കാം അതിൻ്റെ അർത്ഥം? ശരിയാണ്, ഇതൊരു കോമഡി പ്രോഗ്രാമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, സമൂഹത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കിടയിലേക്കാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വരുന്നത്. ഒന്നുകിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ഹാസ്യവൽക്കരിക്കാൻ, അതല്ല എങ്കിൽ ചില വിഷയങ്ങളെ തമാശയായി കണ്ട് കളഞ്ഞാൽ മതി എന്നുള്ള ഒരു പ്രേരണ നൽകാൻ. ഒരൊറ്റ ചോദ്യം, നിങ്ങളിൽ എത്ര പേർക്ക് ഈ വീഡിയോ ഒരു തമാശയായി തോന്നി? You know they eat babies. That is not bullshit. It's true. It's not just the dogs and the cats. They're full-on vampires. And everybody still thinks I'm crazy, but I'm not crazy. They're full-on vampires. They love the taste of human flesh and they drink human blood. ഏതാണ്ട് ഒരു വർഷം മുമ്പേ, കൃത്യമായി പറഞ്ഞാൽ 2024 സെപ്റ്റംബറിൽ മെക്സിക്കോയിൽ നടന്ന ടക്കർ കാൾസന്റെ ഒരു ലൈവ് ഷോയുടെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ ലൈവ് ഷോയിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു റോസന്ന ബാർ എന്ന അമേരിക്കൻ ആക്ട്രസ്. അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങൾ. അതിനെ തർജ്ജിമ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ടാവും. അവർ പറയുന്നു, അവർ മനുഷ്യമാംസം ഭക്ഷിക്കുന്നു, കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രക്തം കുടിക്കുന്നു എന്ന്.
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അഡ്രെനോക്രോമിനെ കുറിച്ച്. അതും ഇതുമായി ഒന്ന് ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചിലത്. തുടക്കത്തിൽ കണ്ട ഗബ്രിയേല റീക്കോ എന്ന മോഡൽ പറഞ്ഞ വിഷയവും ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ട്? ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു കള്ളമായിരിക്കും. കാരണം ഗബ്രിയേല പറഞ്ഞത് അവർ കണ്ട ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ചാണ്. അവർ മനുഷ്യമാംസം ഭക്ഷിക്കുന്നു എന്നാണ്. അന്ന് എപ്സ്റ്റീൻ ഫയൽസ് ഒരു ചർച്ചയാവാത്തത് കൊണ്ട് നമ്മൾ കരുതി ഗബ്രിയേല പറഞ്ഞത് റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകളെ കുറിച്ചാണ് എന്ന്. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു, നമുക്കിടയിൽ അവരെക്കാളും ഭീകരന്മാരായ ചില ഹ്യൂമനോയിഡുകളുണ്ട് എന്ന്. എപ്സ്റ്റീൻ ഫയൽസിൽ പുറത്തു വരുന്ന ചില ഇമെയിലുകൾ ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പല ഇമെയിലുകളും സാധാരണക്കാരായ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കാത്തവയാണ്. അതിൽ പലതും കോഡ് ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത്തരം കോഡ് ഭാഷകളിൽ പ്രഗത്ഭരായ FB ഉദ്യോഗസ്ഥർ അതിനെ ഡീകോഡ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയ ചില വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ ചില കോഡ് ഭാഷകൾ ഞാനൊന്ന് പറയാം. കുഡ് യു വാക്ക് വിത്ത് ബീഫ് ജേക്കി? അങ്ങനൊരു വരി പല ഇമെയിലുകളിലും കണ്ടതായി പറയുന്നുണ്ട്. അതിൽ ബീഫ് ജേക്കി എന്ന് പറയുന്ന വാക്ക് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്താൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും നമുക്ക് കിട്ടില്ല. മാംസം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പ്രത്യേക വിഭവം എന്ന് മാത്രമേ കിട്ടൂ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ CPകൾ ഉണ്ടല്ലോ, CPകൾ, ഇവർക്കിടയിൽ ഈ ഒരു വാക്കിന്, ബീഫ് ജേക്കി എന്ന് പറയുന്ന ഈ ഒരു വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള കുട്ടികളുമായുള്ള മാസ്റ്റർബേഷൻ എന്നാണ് ഈ ഒരു വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് വേണ്ടി ആൺകുട്ടികളെ ഉപയോഗിച്ച്, പുരുഷന്മാർക്ക് വേണ്ടി പെൺകുട്ടികളെ ഉപയോഗിച്ച്. മറ്റൊരു കോഡ് ഭാഷയാണ് ഗ്രേപ്പ് ജ്യൂസ്. അതായത് ഗ്രേപ്പ് ജ്യൂസിന് എന്താണ് പ്രശ്നം? മുന്തിരി കൊണ്ടുള്ള ഒരു പാനീയം അല്ലേ? എന്നാൽ ഇവിടെ അങ്ങനെയല്ല. CPകൾ ഗ്രേപ്പ് ജ്യൂസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. G. അതിൽ G എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ഗ്യാങ് എന്ന് പറയുന്ന വാക്കിനെയാണ്. തങ്ങൾക്ക് അത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പലരും ഈ ഒരു വാക്ക് ഉപയോഗിച്ച് മെയിൽ അയച്ചതായി പറയുന്നു. അടുത്തതാണ് ചീസ് പിസ്സ. ചീസിൻ്റെ ആദ്യത്തെ ലെറ്റർ, പിസ്സയുടെ ആദ്യത്തെ ലെറ്റർ CP. ഇതാണ് തുടക്കം മുതൽ നമ്മൾ പറയുന്നത് CP. ഇൻട്രസ്റ്റഡ് ഇൻ CP എന്ന് പറയുന്ന ആയിരക്കണക്കിന് മെയിലുകളാണ് FB ഡീകോഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പല സെലിബ്രിറ്റികളും അയച്ചിട്ടുള്ള മെയിലുകളിൽ അങ്ങനെ ഒരു വരി നമുക്ക് കാണാൻ പറ്റും, ഇൻട്രസ്റ്റഡ് ഇൻ CP. എന്നാൽ എപ്സ്റ്റീൻ ഫയൽസിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം 2018 ജെഫ്രി എപ്സ്റ്റീൻ തൻ്റെ ലിറ്റിൽ സെൻറ്റ് ജെയിംസ് ഐലൻഡിലേക്ക് ഓർഡർ ചെയ്ത 330 ഗാലൺ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ്. എന്തിനാണ് ഇത്രത്തോളം സൾഫ്യൂരിക് ആസിഡ്? പലരും പറയുന്നത് മനുഷ്യമാംസവും എല്ലും മുടിയുമെല്ലാം ഇല്ലാതാക്കാൻ, തെളിവുകൾ ഇല്ലാതാക്കാൻ സൾഫ്യൂരിക് ആസിഡിന് വെല്ലുന്ന മറ്റൊന്നില്ല എന്നാണ്. അതായത് കാലങ്ങൾ കൊണ്ട് കൊന്നു തീർത്ത അല്ലെങ്കിൽ തിന്നു തീർത്ത കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചത് എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരിക്കുമോ? എപ്സ്റ്റീൻ ഫയൽസ് വിവരങ്ങൾ കേട്ട് മനസ്സ് മരവിച്ചു തുടങ്ങിയെങ്കിൽ ഞാനൊരു ബിസിനസ്സിനെ കുറിച്ച് പറയാം. അതായത് നമ്മുടെ ഫോണിൽ കാണുന്ന 2 ഇമോജികൾ കൊണ്ട് തുടങ്ങുന്ന ഒരു ബിസിനസ്. 2 ഇമോജി എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ചീസ് പീസ ആണ്, 2 ഒരു പിസ്സ സ്ലൈസ് ആണ്. ചീസ് പിസ്സ CP. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ടെലഗ്രാഫിൽ ഒരു ലേഖനം വന്നിരുന്നു. അതിൽ പറയുന്നത് ഈ ഒരു ബിസിനസ്, ലോകമെമ്പാടും പരന്നു കിടക്കുന്ന ഈ ഒരു ബിസിനസ്സിൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗം നമ്മുടെ രാജ്യമാണ് എന്നാണ്. അതായത് ഈ 2 ഇമോജികൾ ഉപയോഗിച്ച് ഈ നാട്ടിൽ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാതാവുന്ന, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ തിരോധാനവും ഈ ബിസിനസ്സും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആവശ്യക്കാർക്ക് കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കാൻ എന്തിനും പോന്ന ഒരു കൂട്ടം മനുഷ്യർ, അവരിൽ നമ്മുടെ ഇന്ത്യക്കാരും പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് ചില കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ലഭിക്കുന്നു. ആ ചിത്രങ്ങൾ അവർ മറ്റുള്ളവർക്ക് വിൽക്കുന്നു. അവരുടെ ചിത്രങ്ങളോടൊപ്പം പോകുന്നത് 2 ഇമോജികളാണ്. ഒന്നൊരു ചീസിൻ്റെ പീസ്, 2 ഒരു പിസ്സയുടെ സ്ലൈസ്. ആ ചിത്രം ക്ലയൻറ്റിന് ഇഷ്ടമായാൽ റേറ്റ് തീരുമാനിക്കപ്പെട്ടാൽ ആ കുഞ്ഞ് ആ ക്ലയൻറ്റിൻ്റെ അടുത്തെത്തും ഏത് വിധേനയും. ജസ്റ്റ് ഇമാജിൻ,
ആ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞാണ് എങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചിത്രമാണ് ആ ക്ലയൻറ്റിന് ഇഷ്ടമാവുന്നത് എങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ കാണാതാകാനുള്ള സാധ്യത കൂടുകയാണ് എന്ന്. പക്ഷെ അതെങ്ങനെ സംഭവിക്കും? എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിലല്ലേ. എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എങ്ങനെയാണ് അയാളുടെ കയ്യിലെത്തുന്നത്? അത് കൊടുക്കുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ പല ആംഗിളിലുള്ള പല ഫോട്ടോകൾ നിങ്ങൾ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഫേസ്ബുക്ക് $1 തരുന്നു എന്ന് കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജ് പ്രൈവസിയൊക്കെ മാറ്റി പബ്ലിക്കാക്കി നമ്മൾ ലോകത്തിന് തുറന്നു കൊടുക്കും. അതോടൊപ്പം ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം, ബിസിനസ്സാക്കാം. കൃത്യമായൊരു അവസരത്തിനായി കാത്തിരിക്കുന്നവർക്ക് അത് ലഭിച്ചാൽ നമുക്ക് അതൊരു തീരാ നഷ്ടവും ലോകത്തിന് ഒരു വാർത്തയും. സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യരുത് എന്നല്ല പറയുന്നത്. ചിലപ്പോൾ ഒരു പിറന്നാളിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. കാരണം അതിനാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴും മനസ്സിലൊരു കാര്യം വേണം, കാണാമറയത്തിരുന്ന് ചിലർ ഇത്തരം പോസ്റ്റുകൾ കാണുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവസി എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പുറത്തുവിടാതിരിക്കുക. അപ്പോൾ ശരിക്കും സൾഫ്യൂരിക് ആസിഡിന് മറ്റുപയോഗങ്ങളൊന്നുമില്ലേ? ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും. ഈ 330 ഗാലൺ സൾഫ്യൂരിക് ആസിഡ് ജെഫ്രി എപ്സ്റ്റീൻ തൻ്റെ ഐലൻഡിലേക്ക് പർച്ചേസ് ചെയ്യുന്നത് 2018 എന്ന് പറഞ്ഞല്ലോ. 2019 ജെഫ്രി എപ്സ്റ്റീൻ അറസ്റ്റിലാവുന്നത്. അതായത് അറസ്റ്റിലാവുന്നതിൻ്റെ കൃത്യം 1 വർഷം മുമ്പ് മുതൽ തെളിവുകൾ നശിപ്പിക്കാൻ അയാൾ ശ്രമിച്ചിരുന്നു എന്നാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയുന്നത്. അങ്ങനെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടികൊടുക്കാമല്ലോ, അല്ലേ? എന്നാൽ അത് വെറും ഗൂഢാലോചന സിദ്ധാന്തമായി തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം പഠനങ്ങൾ പറയുന്നത് ഐലൻഡിലെ RO പ്ലാന്റിലേക്ക് വേണ്ടിയാണത്രേ സൾഫ്യൂരിക് ആസിഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതായത് കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന RO പ്ലാന്റിൽ വെള്ളത്തിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. എപ്സ്റ്റീൻ ഫയൽസ് ഇപ്പോഴും നമുക്കിടയിൽ ചർച്ചയാവുന്നു എന്നതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒഴിവാക്കപ്പെടേണ്ടതായ വിഷയങ്ങൾ പോലും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഗബ്രിയേല റീക്കോ എന്ന മോഡലിൻ്റെ ആ വീഡിയോ അത്തരത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതായ ഒരു വിഷയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാകാം, ആ സ്ത്രീക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാം, അവർക്ക് മുമ്പിൽ മാംസം ഭക്ഷിക്കുന്ന ചില മനുഷ്യർ വന്നിട്ടുണ്ടാകാം, അവരുടെ പെരുമാറ്റം അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം. അത് തുറന്നു പറഞ്ഞതുകൊണ്ട് ആ സ്ത്രീ ചിലപ്പോൾ സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷയായിട്ടുമുണ്ടാകാം. പക്ഷേ അവർക്ക് എപ്സ്റ്റീൻ ഫയൽസുമായി യാതൊരു ബന്ധവുമില്ല. 2009 നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ഒരു സംഭവം അത് സംഭവിക്കുന്നത് ഒരു വലിയ ഹോട്ടലിൻ്റെ ലോബിയിലാണ് എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് പേർ അതിന് സാക്ഷികളായി എന്ന് പല വാർത്തകളും പറയുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ അല്ലാതെ മറ്റൊരാംഗിളിൽ ആ വീഡിയോ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനൊരു വീഡിയോ ലഭ്യമല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും മനുഷ്യന്മാരുണ്ടായിട്ടും മറ്റൊരാൾക്കും ഇത്രയും ഭ്രാന്തമായി പെരുമാറുന്ന ഒരു സ്ത്രീയുടെ പെരുമാറ്റം, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അത്രത്തോളം ഭീകരമായൊരു വിഷയമാണ്. എന്നിട്ട് പോലും മറ്റൊരാൾക്കും അത് ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല എന്നത് അത്ഭുതം ജനിപ്പിക്കുന്നില്ലേ? ശരിയാണ്, 2009 അങ്ങനെ എല്ലാവരും ക്യാമറ ഫോണുമായി നടക്കുന്ന ആളുകളല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഡിയോകൾ കാണുക എന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പക്ഷേ അവരുടെ പേര് ഗബ്രിയേല റീക്കോ എന്ന പേര് ഗൂഗിളിന് പോലും അറിയില്ല. പ്രശസ്ത പരസ്യ മോഡലാണ് അവർ. അങ്ങനെയെങ്കിൽ അവർ ചെയ്ത ഒരു പരസ്യമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കട്ടെ? അങ്ങനൊരു പരസ്യവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതായത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവർ പ്രത്യക്ഷപ്പെട്ടു, ആ വീഡിയോയ്ക്ക് ശേഷം അവർ അപ്രത്യക്ഷമായി എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അതിൽ മറ്റെന്തോ ഒരു കളി നിങ്ങൾക്ക് തോന്നുന്നില്ല? എന്നിരുന്നാലും ആ കളിയെക്കുറിച്ച് പറയലല്ല നമ്മുടെ വിഷയം. എപ്സ്റ്റീൻ ഫയൽസുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒരുപാട് പേർക്ക് താല്പര്യം തോന്നുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരുപാടെണ്ണത്തിൽ നിങ്ങളും ഭാഗമായി മാറിയിട്ടുണ്ടാകാം. അത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ബുദ്ധിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അപ്പോഴും ഒരൊറ്റ ചോദ്യം, ഇത്തരം ചർച്ചകൾ പോലും മറ്റൊന്നിന് കാരണമാവുന്നുണ്ടെങ്കിലോ? അതായത് ഒരു പുതിയ ന്യൂ നോർമൽ ചിന്ത നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ആരൊക്കെയോ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണെങ്കിലോ ഇത്തരം ചർച്ചകൾ? മനസ്സിലായില്ല അല്ലേ? കഴിഞ്ഞ ദിവസം റെഡിറ്റിൽ ഇതേ തുടർന്ന് ഒരു ഡിബേറ്റ് ഞാൻ വായിച്ചു. അതിൽ പറയുന്നു,
ഈ CP എന്നത് ഒരു ക്രൈമായി മാറുന്നത് അതിൽ കൺസെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണത്രേ. അങ്ങനെയെങ്കിൽ ഈ 18 വയസ്സിന് താഴെയുള്ളത് എന്ന് മാറ്റി 13 വയസ്സിന് താഴെയുള്ളത് എന്നാക്കിയാൽ CP ഒരു ക്രൈം അല്ലല്ലോ എന്ന് നമുക്കിടയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അവരുടെ ആവശ്യം അതാണ് എങ്കിലും. അതോടൊപ്പം വായിച്ച മറ്റൊരു കമൻ്റ് കൂടി ഞാൻ പറയാം. അതായത് LGBT അംഗീകരിക്കുന്നവരാണ് ഇന്ന് നമ്മളിൽ ബഹുഭൂരിപക്ഷവും. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ഇതൊരു മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് അവരെ അകറ്റി നിർത്തിയവർ പോലും ഇന്ന് അവരെ അംഗീകരിക്കുന്നു. നാളെ ഇതും അങ്ങനെ അംഗീകരിക്കില്ല എന്നെന്താണ് ഉറപ്പ്? സെക്ഷുവാലിറ്റിയും സെക്ഷൽ ബിഹേവിയറും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിക്കാത്ത ഇവരോട് എന്താണ് പറയേണ്ടത്? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ